ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഓക്കെ, ഇത് ഞാൻ എടുത്തിട്ട് കുറേ ആയി ഷൂട്ട് ചെയ്ത്, ലൈക്ക് വീഡിയോ എടുത്തിട്ട് കുറേ, ബട്ട് എഡിറ്റ് ചെയ്യാൻ ലേറ്റായിപ്പോയി. സോ ഇത് എന്നെടുത്തതാണ്, ഒരു ഐഡിയ ഇല്ല. വോയിസ് ഓവർ ചെയ്യുമ്പോൾ എന്താണോ നടക്കണം അതനുസരിച്ചാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഐ റിമെമ്പർ ഐ ഗോട്ട്, ലൈക്ക് എനിക്കൊരു ഓൺലൈനിൽ ഒരു ഫോൺ കേസ് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ടോം ആൻഡ് ജെറി അല്ലേ, അതെനിക്ക് ബോറടിച്ചു. അപ്പം ഞാൻ ട്രാൻസ്പാരൻ്റ് കേസ് ഓർഡർ ചെയ്തു. ആൻഡ് ദിസ് ഇസ് എ ഫൈനൽ ലുക്ക്. നമുക്കിതിന് വേണമെങ്കിൽ ബാക്കിൽ പോളറോയിഡൊക്കെ വയ്ക്കാമല്ലോ, ട്രാൻസ്പാരൻ്റ് അല്ലെങ്കിൽ ഞാൻ അതും ഇതും മാറി മാറി യൂസ് ചെയ്യും, കാരണം ട്രാൻസ്പാരൻ്റ് പെട്ടെന്ന് യെല്ലോ കളർ ആവുമല്ലോ. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകാണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാണ്. എനിക്കാണെങ്കിൽ ഏത് ഡ്രസ്സ് ഇടണമെന്ന് കൺഫ്യൂഷൻ. എനിക്ക് എവിടെ പോയാലും ഇതിന് ഏത് ഡ്രസ്സ് ഇടണം, ഏത് ലിപ്സ്റ്റിക് ഇടണം, ഒന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. എൻ്റെ ഒരു മാറ്റമില്ലാത്തൊരു കാര്യമാണ് സ്കിൻ കെയർ. കണ്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാകും, പറഞ്ഞ് എനിക്കും ബോറടിച്ചു. ഓക്കെ, എനിവേ സ്കിൻ കെയർ ആണ് ചെയ്യണം. ബേസിക് കാര്യങ്ങൾ, മോയ്സ്ചറൈസർ. ചിലപ്പോൾ ഞാൻ എൻ്റെ 2-3 മോയ്സ്ചറൈസർ ഉണ്ട്, അപ്പം അത് മാറി ഏതെങ്കിലും യൂസ് ചെയ്യും. സൺസ്ക്രീനൊക്കെ എപ്പോഴും സെയിമാണ്, അതും എൻ്റെ 4 എനിക്കിങ്ങനെ ഭയങ്കര വെയിലാണ് അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പുറത്ത് ഇട്ട ഉടനെ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഡോക്ടർ വന്ന് സൺസ്ക്രീൻ ഇടും. കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ മേക്കപ്പിന് അടിയിലൊക്കെ ഇടുകയാണെങ്കിൽ ഞാൻ ഈ ഡോക്ടർ കീയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യും. ബിക്കോസ് അത് ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്, മറ്റേ കുറച്ചുകൂടെ തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഓക്കെ, സോ അപ്പം ഞാൻ ഇന്ന് കുറച്ച് കൺസീലറൊക്കെ ഇടാമെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ മേക്കപ്പ് സാധനങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല. അങ്ങനത്തെ സൈക്കോയാണ് ഞാൻ. ലൈക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്, എനിക്കിഷ്ടമാണ് ഇടാൻ, പക്ഷേ ഞാനങ്ങനെ ഇട്ട് പുറത്തു വരില്ല. കുറേ കഴിയുമ്പോൾ എനിക്ക് ദേഷ്യം വരും, എനിക്ക് ഫുൾ കഴുകാൻ തുടച്ച് കളയാനൊക്കെ തോന്നും. ബിക്കോസ് ഒന്നാമത്തെ കാര്യം ഓയിലി സ്കിൻ ആവണം, അതുമാത്രമല്ല പെട്ടെന്ന് ഓക്സിഡൈസ് ആവും, പിന്നെ ഭയങ്കര സ്വെറ്റിങ് ആണ്. ഞാൻ ഒരു സാധാ ഒരു മനുഷ്യൻ 10% സ്വെറ്റ് ആവുമെങ്കിൽ ഞാൻ 20% സ്വെറ്റ് ആവും. അപ്പോൾ അതാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഫാനോ എന്തെങ്കിലും ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കണം. എൻ്റെ അമ്മയൊക്കെ വീശി മടുത്തു. ഇപ്പോൾ ഈ ഫംഗ്ഷന് പോയപ്പോഴാണെങ്കിലും ക്യൂ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു, ഫുൾ ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ചൂടാണ്, എനിക്ക് ചൂടെടുത്ത് പെട്ടെന്ന് ദേഷ്യം വരും, തലവേദനയൊക്കെ വരും. സോ അപ്പോൾ ഞാൻ കുറച്ച് കൺസീലർ ഇട്ട് ആൻഡ് കുറച്ച് ലൂസ് പൗഡർ. അപ്പോൾ ഈ കോലത്തിൽ എല്ലാവരും കല്യാണത്തിന് പോകും അങ്ങനെ വിചാരിക്കുന്നവരും കാണും. ഇത് ഭയങ്കര കൂടിപ്പോയി, കുറച്ചുകൂടെ സിമ്പിൾ ആവാമെന്ന് തോന്നുന്നവരും ഉണ്ടാകും. എനിക്കിതിപ്പം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ട് പോയി. അപ്പം പിന്നെ ഐബ്രോ ചെയ്തു. എനിക്ക് ഭയങ്കര മടിയാണ്. മോർണിംഗ് ഒരു 11 മണിക്ക് നമുക്ക് ഇറങ്ങണം. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഉറക്കണിച്ചപ്പോഴാണ് കൊറിയർ വന്നത്. അത് അൺബോക്സ് ചെയ്തിട്ട് ലൈക്ക് നിൽക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ പൊതുവെ കണ്ണ് എഴുതാറില്ല. എൻ്റെ കണ്ണിൻ്റെ എൻഡ് പോർഷൻ ഭയങ്കര തിന്നാണ്, അപ്പോൾ വാലിട്ടാലൊന്നും കാണാൻ ഭയങ്കര പാടാണ്, കുറേ സമയം എടുക്കും, അപ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ ഞാൻ വരയ്ക്കാറില്ല പൊതുവെ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ബ്രൗൺ കാജലുണ്ട്, ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തു. പിന്നെ എന്നിട്ട് ഞാൻ ക്ലിയർ മസ്കാര ഇട്ടിട്ട് ബ്ലാക്ക് മസ്കാര ഇടാമെന്ന് ഓർത്തു. പക്ഷേ ആ ക്ലിയർ ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനെ ബ്ലാക്ക് ഇതാക്കണമല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേക്കപ്പ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മസ്കാര. മീൻസ് കാണാൻ രസമാണ്, പക്ഷേ എനിക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതാണ്. കാരണം ലാഷിൽ ഇങ്ങനെ ഭയങ്കര കട്ട് ചെയ്തിരിക്കുമല്ലോ. സോ അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നതാണ്. എൻ്റെ 3-4 ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് 2 എക്സ്പയർ കഴിഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഇത് 2 കറൻ്റ്ലി ഉള്ളത്. പിന്നെ ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസർ, BB ക്രീം, അങ്ങനത്തെ കൺസീലേഴ്സും എല്ലാ സാധനങ്ങളും ഉണ്ട്. എൻ്റെ കൈ കൊള്ളുന്നതൊക്കെയാണ് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചത്. അപ്പം എന്നാലും ഞാൻ യൂസ് ചെയ്യാറ്. ഇപ്പോൾ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ഈ K ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ്. ബിക്കോസ് അതാണ് ഞാൻ റീസെൻ്റ് വാങ്ങിച്ചതും. ആൻഡ് ഇറ്റ്സ് എക്സ്പെൻസീവ് ബേസ്. കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ് ലൈനർ ഇട്ടപ്പോഴാണ് ഞാൻ ഓർത്ത് എനിക്ക് ലിപ്സ്റ്റിക്കിനൊരു വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വേഗം പൊട്ട് വെച്ചു. ആൻഡ് പൊട്ടും പിന്നെ നമ്മളൊരു വലിയ കമ്മലൊക്കെ ഇടുമ്പോഴേ എൻ്റെ ഫേസ് അങ്ങോട്ട് മാറും. നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാം. സോ ഞാൻ ഫസ്റ്റ് വെച്ചു ഈ കമ്മൽ വേണോ അത് ആ കമ്മൽ വേണോ. കാരണം ഞാനൊരു കുർത്തയും അതിൻ്റെ കൂടെ ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ജീൻസാണ് ഇട്ടിട്ടുള്ളത്, ബാഗി ജീൻസ് പോലത്തെ ഒരു ചെറിയ സ്ക്രാച്ചൊക്കെ ഉള്ളൊരു ജീൻസ്. പക്ഷേ അത് നമ്മൾ കുർത്തയുടെ അടിയിലിടുമ്പോൾ അറിയത്തില്ല, ലോങ് കുർത്തയാണല്ലോ, സ്ലീവ്ലെസ് ആയിട്ടുള്ള. അപ്പം എനിക്ക് ഓർത്തു ബ്ലാക്ക് പാൻറ്റ് അല്ലേ, സോ ബ്ലാക്ക് തന്നെ ഇടാമെന്ന് ഓർത്തിട്ട് ബ്ലാക്ക് ഇട്ടു. എനിക്ക് ഇങ്ങനത്തെ കമ്മൽ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ലേറ്റസ്റ്റ് വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇതേപോലത്തെ കുറേ ഞാൻ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്, ഓരോന്നായിട്ട് ഞാൻ ഇടും. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അന്നും ഞാനൊരു കല്യാണത്തിന് പോയിട്ടുണ്ടെന്ന്, അന്നും ഞാൻ വലിയ കമ്മലൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കെന്തോ ഇപ്പം അങ്ങനെ ഇഷ്ടമാണ്. അപ്പം എല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ചെവി വലുതാവത്തില്ലെന്ന്. എൻ്റെ ചെവി പൊതുവെ അങ്ങനെ വലുതാവും. ഒരു ചെവി ഭയങ്കരമായിട്ട് വലുതാവും, ഒരു റിയാക്ഷനും ഇല്ല. ഞാൻ എത്ര വലിയ കമ്മലിട്ടാലും അത് ഒരേപോലെ ഇരിക്കുള്ളൂ. അപ്പം പിന്നെ വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും പോകുന്ന ആ സമയത്ത് മാത്രമേ ഇടൂ, ബാക്കി സമയത്ത് ഇടാറില്ല. പിന്നെ സ്കൂളിലൊന്നും പോകുമ്പോൾ ഞാൻ അങ്ങനെ കമ്മലിടാറില്ല, സെക്കൻഡ് സ്റ്റെപ്പ് മാത്രം. പിന്നെ നമ്മൾ റെഡിയായി കല്യാണത്തിനെത്തി. എൻ്റെ ക്യാമറയ്ക്ക് ആ സമയത്ത് ഞാൻ ക്യാമറ പ്രൊട്ടക്ടർ ഉണ്ടല്ലോ, ആ സംഭവം നേരത്തെ കണ്ടിട്ടുണ്ടാകും.
കണ്ടില്ലാത്തൊരു ബാക്ക് അടിച്ച് പോയി കണ്ടാൽ മതി. ആ സംഭവം വെച്ചിട്ടുണ്ട്, ക്ലാരിറ്റി പോയി. പക്ഷെ ഞാനത് വെക്കണമെന്ന് വെച്ചാൽ ക്യാമറ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ക്യാമറ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു ക്വാളിറ്റി പോവും ക്യാമറയുടെ. പിന്നെ ഞാൻ സദ്യ എല്ലാം കൊണ്ടുവരുന്നത് ഫുൾ ടൈം ലാപ്സിൽ എടുക്കാമെന്ന് വെച്ചിട്ട്, പക്ഷെ വിശന്നിട്ട് അതിൻ്റെ കാര്യം മറന്നു. ഞാൻ കുറച്ച് എന്തൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാനങ്ങനെ പൊതുവെ ഇങ്ങനെ സദ്യ ഭയങ്കര ക്ലീനായിട്ട് കഴിക്കണ ഒരാളല്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെ കഴിക്കും. എനിക്ക് ഇഷ്ടപ്പെടുന്ന കറികൾ മാത്രം കഴിക്കും, അല്ലാണ്ട് ഫുൾ ഇങ്ങനെ അടിച്ച് നോക്കി കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റാറില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ബീച്ചിൽ പോയിട്ട് വന്നപ്പോൾ വീണ്ടും കൊറിയ. ഞാൻ ഇവിടെ കുറച്ച് അധികം സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴും എനിക്കിനിയും കുറേ സാധനങ്ങൾ വരാനുണ്ട്. സോ ഓരോ വീഡിയോയിലോട്ട് കാണാം. ഫസ്റ്റ് തന്നെ പോപ്പിൾ. ഇത് സംഭവം ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ കൊറിയർ വന്നതിൻ്റെ തലേന്നാണ് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തത്. എനിക്കതിപ്പോൾ ഈ പേർപ്പിളിൻ്റെ ഇത് കാണുമ്പോൾ ഓർമ്മ, തലേന്ന് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തു, പിറ്റേന്ന് എനിക്ക് സാധനം ഡെലിവറി ആയി. ഞാൻ പേർപ്പിൾ ഞാൻ മുന്നേ എന്തെങ്കിലും ഇനി ഓർഡർ ചെയ്തു അതായിരിക്കും ഇന്ന് വന്നത്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ, തലേന്ന് ഓർഡർ ചെയ്തു പിറ്റേന്ന് വന്നു സാധനം. സോ ഞാൻ അപ്പോൾ ഇങ്ങനെ എടുത്ത് ചെക്ക് ചെയ്യുവാണ്, ഞാൻ വേറെ എന്തെങ്കിലും നേരത്തെ ഓർഡർ ചെയ്തോ ഇല്ല. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഞാനിപ്പം വാങ്ങിച്ച ഓർഡർ ചെയ്ത സാധനങ്ങൾ തന്നെയാണ്. ഇത് കുറച്ച് റീസ്റ്റോക്ക് ചെയ്തതാണ്. സിറംസാണ് ബേസിക്കലി എനിക്കും അമ്മമ്മയ്ക്കും ഒക്കെ ആയിട്ട്. അമ്മമ്മയ്ക്ക് ഇങ്ങനെ ഫേസിൽ നമ്മളിങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ തപ്പിയപ്പോൾ ഒരു സിറം കിട്ടി. അപ്പോൾ അത് ഒക്കെയാണ് വാങ്ങിച്ചത്. യെസ്, ഡോട്ട്&കെ ആൻഡ് പ്ലം ആണെന്ന് തോന്നുന്നു. ഇത് ഡോട്ട്&കെയുടെ ആൽഫ ആട്രിബിൻ അങ്ങനെയാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു സിറം. പിന്നെ സാലിസിലിക് ആസിഡ്, അത് എനിക്കാണ്. കുഞ്ഞു ടൈനി ബാംസ് വരും. ഇത് വിറ്റാമിൻ സി അമ്മയ്ക്ക്. പിന്നെ ഡോട്ട്&കെയുടെ ലിപ് ബാം, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡോട്ട്&കെയുടെ ലിപ് ബാം ഉണ്ട്. അത് അതിൻ്റെ തന്നെ വേറെ വേരിയൻ്റാണ്, ഫ്ലേവറാണ്. ആൻഡ് ഞാൻ പിന്നെ ലാക്മേയുടെ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ മറന്നുപോയി. വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിട്ടുള്ള വീഡിയോ ഷോർട്സ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ലാക്മേയുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഷെയ്ഡാണ്, നല്ല ഷെയ്ഡാണ്, ഒരുവിധം എല്ലാ സ്കിൻ ടോണിനും ചേരും. പിന്നെ ഞാനൊരു കമൻറ്റ് കണ്ടതാണ്, ലിപ്സ്റ്റിക്ക് ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടിയപ്പോൾ അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കൂ എന്നുള്ളത്. സോ ഐ തോട്ട് ഞാനും കുറേ നാളായിട്ട് ആലോചിക്കണം ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ 2 ഓർഗനൈസർ വാങ്ങിച്ചു. കാരണം ഒരു ഓർഗനൈസറിൽ എൻ്റെ ലിപ്സ്റ്റിക്ക് നിൽക്കത്തില്ല, അത്യാവശ്യം കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് 2 ഞാൻ ഓർഡർ ചെയ്തു. 2 ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒരെണ്ണം ബിലോ 200 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. ആസ് യൂഷ്വൽ ഞാൻ നൈറ്റ് ടൈമാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്, പക്ഷേ എന്നാലും സൗണ്ട് ഉണ്ട് എൻ്റെ ഒരവസ്ഥ. ബട്ട് നല്ല ക്വാളിറ്റി ആയിരുന്നു. ഇതിൻ്റെ ലിങ്കും നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ കൊടുത്തേക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ലിപ്സ്റ്റിക്ക് വെച്ചു. പിന്നെ എൻ്റെ ഉള്ള ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ എനിക്ക് ഫ്രീ കിട്ടിയതാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ കുറേയൊക്കെ ഞാൻ വാങ്ങണതും ഓഫറിനൊക്കെ കിട്ടുന്നതും അങ്ങനെയൊക്കെയാണ്. ബൈ 1 get 1 അങ്ങനെയൊക്കെ വരുമ്പോൾ മേടിക്കുന്നതാണ്. അല്ലാതെ അങ്ങനെ ഒറ്റയടിക്ക് വാങ്ങിച്ചു കൂട്ടുന്നതല്ല. എന്നാൽ ഞാൻ ഈ മാസം ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതെൻ്റെ ഒരു ക്രേസാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവില്ലേ. എനിക്കങ്ങനെ പിന്നെ ലിപ്സ്റ്റിക്ക് മാത്രമല്ല, എനിക്ക് എല്ലാത്തിനോടും ക്രേസാണ്. അപ്പോൾ ഞാനതെല്ലാം അടുക്കി വെച്ചിട്ട് ഞങ്ങൾ നൈറ്റ് ബർഗർ കഴിക്കാൻ പോയി. ഇവിടെ അടുത്തുള്ളൊരു കാഫെ കണ്ടപ്പോൾ ഞാൻ വെച്ച് കരിഞ്ഞ ബർഗർ ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.